ജപ്പാനോ സ്വീഡനോ വന്നാൽ ഈ ബ്രസീൽ ടീം തീരും. നെതർലൻഡ്സ് ആണേൽ പറയണ്ട. പണ്ട് ജർമ്മനിയോടേറ്റെന്ന പോലെ തോറ്റ് നാണം കെടും. മൊറോക്കോക്കെതിരായ ആദ്യ മത്സരത്തിലെ സമനിലയ്ക്ക് ശേഷം ബ്രസീൽ ടീമിനെതിരെ വിമർശകരുടെ പ്രയോഗങ്ങൾ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഹെയ്ത്തിക്കെതിരായ മത്സരത്തിന് ശേഷം അതിനൊരു അയവ് വന്നു. സ്കോട്ട്ലൻഡിനെതിരായ കളിക്ക് ശേഷം ഒരു സിനിമാ ഡയലോഗാണ് ആരാധകരുടെ മനസ്സിൽ മുഴങ്ങുന്നത്. വേട്ട അവസാനിപ്പിച്ചുവെന്ന് ഇരകളെ ബോധ്യപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ. ജപ്പാനും സ്വീഡനും നെതർലൻഡ്സും അടക്കം എതിരാളികളെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇരകളുടെ പേരുകളാണ്. വേട്ടക്കാരനിപ്പുറത്ത് തൻ്റെ ഊഴവും കാത്തിരിപ്പുണ്ട്. പേര് കാർലോ ആഞ്ചലോട്ടി, ചിലരുടെ ഡോൺ കാർലോ. ലോകകപ്പ് തുടങ്ങിയപ്പോൾ പോലും വലിയ പ്രതീക്ഷയില്ലാതിരുന്ന ആരാധകരെ എത്ര പെട്ടെന്നാണ് ആഞ്ചലോട്ടി ആ ടീമിൻ്റെ വിശ്വാസികളാക്കി മാറ്റിയത്. മൊറോക്കോക്കെതിരെ കുറച്ചുകൂടി ഡിഫൻസീവ് അപ്രോച്ചാണ് ആഞ്ചലോട്ടി സ്വീകരിച്ചത്. മൊറോക്കോയുടെ ഫിസിക്കൽ ഗെയിമും തൻ്റെ ഫുൾബാക്കുകളെക്കുറിച്ചുള്ള ആശങ്കകളുമെല്ലാം അത്തരത്തിലൊരു സമീപനത്തിന് കാരണമായിരുന്നു. വിനിയുടെ ഒരു ഇൻഡിവിജ്വൽ പ്ലേ എന്നതിനപ്പുറത്തേക്ക് ആ മത്സരത്തിൽ ബ്രസീലിന് കാര്യമായി ഓർക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഹെയ്ത്തിക്കെതിരെ ബ്രസീൽ കുറച്ച് സ്വാതന്ത്ര്യത്തോടെ കളിച്ചു. മത്യാസ് കുഞ്ഞയുടെ ഡബിളും വിനിയുടെ ഗോളും വലിയ ജയത്തിലേക്ക് ബ്രസീലിനെ എത്തിച്ചു. യൂറോപ്യന്മാരായ യോഗ്യതാ മത്സരങ്ങളിൽ ഡിഫൻസീവ് സ്ട്രെങ്ത് നന്നായി കാണിച്ച ആൻഡി റോബർട്ട്സൺ അടക്കമുള്ള ഫുൾബാക്കുകളുള്ള സ്കോട്ട്ലൻഡിനെതിരെ എന്ത് തന്ത്രമാകും കാർലോ ഒരുക്കുകയെന്നതായിരുന്നു കൗതുകം. സ്കോട്ട്ലൻഡിനെതിരെ കാർലോ ബ്രില്യൻ വ്യക്തമായിരുന്നു. 4-3-3 കളിക്കുമ്പോഴും 4-2-4 വരുമ്പോഴും കാർലോ വിസിലിന് ശേഷവും ഷേപ്പിൽ ഫോർമാൻ ബിഡ് ഉറപ്പാക്കുന്നുണ്ട്. ലിറ്ററലി കാർലോയുടെ ഫോർമേഷൻ 4-4-2 തന്നെയായിരിക്കും. ലൂക്കാസ് പക്വേറ്റയും കസമീറോയും ബ്രൂണോ ഗ്യുമാറസും ചേരുന്ന മധ്യനിരയിലേക്ക് ഇറങ്ങിക്കളിക്കാൻ സെൻട്രൽ സ്ട്രൈക്കറുടെ റോളിലുള്ള മത്യാസ് കുഞ്ഞയ്ക്ക് അധിക ജോലിയുണ്ട്. അയാളത് നല്ല വെടിപ്പായി ചെയ്യുന്നുമുണ്ട്. കുഞ്ഞയുടെ കയറ്റിറക്കം എതിർ മിഡിലും ഡിഫൻസിലും ഉണ്ടാക്കുന്ന ആശങ്ക ചില്ലറയല്ല. സ്വാഭാവികമായും വിനീഷ്യസിനും റയാനും അത് മുതലെടുക്കാനും കഴിയും. തുടർച്ചയായി മൂന്നാം മത്സരത്തിലും ഗോൾ കണ്ടെത്തിയ വിനിയുടെ വിങ്ങിൽ ആശങ്കകൾ ഏതുമില്ല. റാഫിനിക്ക് പരിക്കേറ്റ റൈറ്റ് വിങ് 19-കാരൻ റയാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. വിനി നേടിയ ആദ്യ ഗോളിന് വഴിയൊരുക്കിയത് റയാന്റെ ഹൈ പ്രസിംഗ് ആയിരുന്നു. ഫൈനൽ തേരിൽ കാണിച്ച 1-2 ചെറിയ പിഴവുകൾ മാറ്റിയിരുന്നെങ്കിൽ റയാന് ഉറപ്പായും ഗോൾ പട്ടികയിലും ഇടം പിടിക്കാമായിരുന്നു. സ്കോട്ട്ലൻഡിനെതിരെ വിനിയെ കാർലോ അഴിച്ചുവിട്ടപ്പോൾ നല്ല വൃത്തിക്കാണ് കുഞ്ഞ പൊസിഷൻ സ്വാപ്പ് ചെയ്തത്. വർക്ക് റേറ്റിന് വലിയ പ്രാധാന്യം നൽകുന്ന ആഞ്ചലോട്ടിയുടെ വജ്രായുധം കുഞ്ഞ തന്നെയാണ്. ഇനി വിനിയിലേക്ക്. ക്ലബുണ്ണി. മലയാളി ഫുട്ബോൾ ട്രോളന്മാർ വിനീഷ്യസിന് നൽകിയ ഓമന പേരുകളിലൊന്നാണിത്. മറ്റു പേരിൽ അന്താരാഷ്ട്ര തലത്തിലും വലിയ രീതിയിൽ വിമർശന വിധേയമായിട്ടുണ്ട് വിനീഷ്യസ്. ക്ലബിനായി കളിക്കുമ്പോൾ നൽകുന്ന സ്പാർക്കോ പെർഫോമൻസോ തൻ്റെ രാജ്യത്തിന് നൽകുന്നില്ലെന്നായിരുന്നു ഏവരുടെയും പരാതി. തുടർച്ചയായ മൂന്നാം ലോകകപ്പ് മത്സരത്തിലും പ്ലെയർ ഓഫ് ദി മാച്ചോടെ ക്ലബുണ്ണി എന്ന ചീത്തപ്പേര് വിനീഷ്യസ് മായ്ച്ചു കളഞ്ഞു. അയാളിപ്പോൾ ബ്രസീലിൻ്റെ കണ്ണിലുണ്ണിയാണ്. 3 മത്സരത്തിൽ 4 ഗോളും 1 അസിസ്റ്റും. സ്കോട്ട്ലൻഡിനെതിരെ ഹാട്രിക്കിനുള്ള അവസരമുണ്ടായിരുന്നെങ്കിലും നഷ്ടമായി. റയാന്റെ പ്രസിംഗിൽ പാനിക്കാകുന്ന സ്കോട്ടിഷ് ഡിഫൻസിനെതിരെ 7-ാം മിനിറ്റിൽ തന്നെ വിനി ടീമിനെ മുന്നിലെത്തിക്കുന്നുണ്ട്. വിനീഷ്യസിന്റെ പ്രസിംഗിൽ മറ്റൊരു പ്രതിരോധ പിഴവ് സംഭവിക്കുന്നുണ്ടെങ്കിലും റഫറി സ്കോട്ട്ലൻഡിന്റെ രക്ഷയ്ക്കെത്തുന്നുണ്ട്. ചെറിയൊരു കോണ്ടാക്റ്റിൽ ആ ഗോൾ നിഷേധിക്കപ്പെടുമ്പോൾ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ടത് സോഷ്യൽ മീഡിയ. പ്രത്യേകിച്ച് അൾജീരിയക്കെതിരെ മെസ്സി കാർഡില്ലാതെ രക്ഷപ്പെട്ടതടക്കം ഫാൻസ് ഗ്രൂപ്പുകാർ എടുത്ത് ആഘോഷമാക്കുന്നുണ്ട്. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിൽ തന്നെ വിനി അതിന് മറുപടി നൽകുന്നുണ്ട്. ബ്രൂണോയുടെ ക്രോസിനെ ഇത്തവണ തലകൊണ്ടാണ് വിനി ഗോളിലേക്ക് തിരിച്ചിട്ടത്. ഗോൾഡൻ ബൂട്ട് റേസിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും മെസ്സിക്കും എംബാപ്പയ്ക്കും ഹാളണ്ടിനും കിട്ടുന്നതിൻ്റെ പരിഗണനയോ ലാളനയോ വിനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ 4ാം ഗോളോടെ അയാൾ ആ പരിഗണന ചോദിച്ചു വാങ്ങുന്നുണ്ട്. കൊടുക്കാതിരിക്കാൻ തരമില്ല. വിനി ഇവിടം കൊണ്ടൊന്നും നിർത്തുമെന്നും തോന്നുന്നില്ല. കാരണം കാർലോ വിനിയെ ആ വിധമാണ് അഴിച്ചുവിട്ടത്. മത്സരഗതിക്കനുസരിച്ച് ഫോർമേഷനിൽ വലിയ ചേഞ്ചസ് വരുത്തുമ്പോഴും വിനീഷ്യസിന് മാത്രമാണ് പ്രതിരോധത്തിനെ സഹായിക്കാനുള്ള അധിക പണി ആഞ്ചലോട്ടി നൽകാത്തത്. ഏത് നിമിഷവും എതിർ പോസ്റ്റിലേക്ക് കയറാൻ വിനിക്ക് കഴിയുന്നു. 1-on-1 സിറ്റുവേഷനിൽ ഏറ്റവും വൃത്തിക്ക് വെട്ടിച്ച് കയറാൻ കെൽപ്പുള്ള വിനിയെ നോക്കാനായി അടുത്ത റൗണ്ടുകളിൽ ഒരാളെ കൂടി അധികം വിന്യസിക്കാൻ എതിർ ടീം മെനക്കെടേണ്ടി വരും. സ്വാഭാവികമായും റയാനും കുഞ്ഞയ്ക്കും അത് മുതലാക്കാനും കഴിയും. ഡിഫൻസീവ് ഡ്യൂട്ടി കൂടി അധികമുള്ളതിനാൽ പക്വേറ്റ കൂടുതൽ വലിഞ്ഞു കളിക്കുകയാണ്. സ്കോട്ടിഷിനെതിരെയും മിസ്പാസുകൾ കുറച്ചധികം വന്നെങ്കിലും കാസിക്കൊപ്പം ഡിഫൻസിനെ സംരക്ഷിക്കുന്നുണ്ട് പക്വേറ്റ. ബ്രൂണോ ഗ്യുമാറസാണ് ഈ സാംബ സംഘത്തിൻ്റെ ഓർക്കസ്ട്ര കണ്ടക്ടർ. 3 അസിസ്റ്റുമായി ഒലിസയ്ക്കൊപ്പം ടൂർണമെൻറ്റ് സ്റ്റാറ്റ്സിൽ മുന്നിലുണ്ട് ബ്രൂണോ.
ഒലിസയെ ആഘോഷിക്കുന്ന പോലെ ബ്രൂണോയെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. PSG ആഴ്സണൽ ജോഡിയായ മഗല്ലാസും മാർക്കിഞ്ഞോസും ഒരുക്കുന്ന സെൻട്രൽ വാൾ സേഫാണ്. ഏറെ ആശങ്കയുണ്ടായിരുന്ന ഫുൾ ബാക്കുകളും പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. ഗോൾ പോസ്റ്റിൽ അലിസൺ ബക്കർ ആയതുകൊണ്ട് മാത്രമാണ് ബ്രസീലിന് സ്കോട്ട്ലൻഡിനെതിരെ ക്ലീൻ ഷീറ്റ് ലഭിച്ചത്. 5ഓളം വന്ന ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ നിർവീര്യമാക്കിയതിൽ അലിസന്റെ എക്സ്പീരിയൻസും പൊസിഷനിങ്ങുമെല്ലാം നിർണായകമായിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അയാളെക്കുറിച്ച് പറയാതെ എങ്ങനെ അവസാനിപ്പിക്കാനാണ്? 981 ദിവസങ്ങൾക്ക് ശേഷം നെയ്മർ ജൂനിയർ എന്ന സുൽത്താൻ ബ്രസീലിയൻ കുപ്പായത്തിൽ കളിച്ച ദിനം. മയാമിയിൽ 3 ഗോൾ പിറന്നതിനേക്കാൾ ആവേശമായിരുന്നു നെയ്മർ 75-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങാൻ നേരമുണ്ടായിരുന്നത്. എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ട് കളത്തിലിറങ്ങാറുണ്ടായിരുന്ന അയാൾ അല്പം ഇമോഷണലായിരുന്നു. ഫുട്ബോളിലെ ഏറ്റവും ഗിഫ്റ്റഡ് പ്ലെയറെ നിരന്തരം ഇഞ്ചുറി വരിഞ്ഞു മുറുക്കിയപ്പോഴും 2 വർഷവും 8 മാസവും കാത്തിരുന്നയാൾ ഇറങ്ങിയതൊരു ലോകകപ്പ് മത്സരത്തിലേക്കാണ്. അയാളെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആശങ്ക കേവലം 15 മിനിറ്റ് കൊണ്ട് തന്നെ നെയ്മർ തീർത്തു തന്നു. അയാൾ പന്ത് തട്ടിയ 15 മിനിറ്റും അവിടെയാകെയൊരു പോസിറ്റീവ് വൈബുണ്ടായിരുന്നു. വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് കാർലോയിലേക്ക്. കാർലോ അഞ്ചലോട്ടിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പാ താളമോ ജോഗോ ബൊണിറ്റയോ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ബോൾ പൊസിഷനെക്കുറിച്ചും സ്റ്റാറ്റസിനെക്കുറിച്ചും ആശങ്കപ്പെടുന്നവരാണെങ്കിൽ അതും നിങ്ങൾക്ക് അനുകൂലമാകണമെന്നില്ല. പക്ഷേ അയാൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തരും. താരങ്ങളുടെ വർക്ക് റേറ്റിലും സിറ്റുവേഷൻ അനുസരിച്ച് ഫോർമേഷനിൽ രൂപപ്പെടുത്തുന്ന ട്രാൻസിഷനിലുമാണ് കാർലോ വിശ്വസിക്കുന്നത്. അയാൾക്ക് പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയുമുണ്ട്. ആരാധകരെ, ശാന്തരാകുവിൻ.